ഒഡീഷയിൽ 24 വർഷം നീണ്ടുനിന്ന നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അവസാനിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരാണ് ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത്. സംസ്ഥാനത്തിന് പുതിയ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ പുതിയ മുഖ്യമന്ത്രിയുടെ വസതിയും ഓഫീസുമെല്ലാം ശരിയാക്കണമെന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടോളം ഒഡീഷയിലെ ഭരണചക്രം തിരിച്ച നവീൻ പട്നായിക് സ്വന്തം വസതിയായ നവീൻ നിവാസിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. 2000-ൽ ആദ്യമായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ സ്വന്തം വീട് മുഖ്യമന്ത്രിയുടെ ഓഫീസാക്കി മാറ്റാൻ നവീൻ പട്നായിക് തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത് പുതിയ കീഴ്വഴക്കമായിരുന്നു. ഈ 24 വർഷത്തിനിടയിൽ സുപ്രധാന ഓഫീസ് ജോലികളും നയരൂപീകരണവുമെല്ലാം നടന്നത് നവീൻ നിവാസിൽ വെച്ച് തന്നെയാണ്. നവീൻ പട്നായിക്കിന്റെ പിതാവും മുൻ ഒഡീഷ മുഖ്യമന്ത്രിയുമായ ബിജു പട്നായിക് നിർമ്മിച്ച വീടാണ് നവീൻ നിവാസ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയെന്ന റെക്കോർഡ് പൂർത്തിയാക്കാൻ 1 മാസം കൂടി വേണ്ട സമയത്താണ് നവീൻ പട്നായിക്കിന്റെ പാർട്ടി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയോട് പരാജയപ്പെട്ടത്. പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കായി പുതിയ ഓഫീസും കണ്ടെത്താനുള്ള തെരച്ചിലിലാണ് ബി.ജെ.പി. മുഖ്യമന്ത്രിയുടെ ഗ്രീവൻസ് സെൽ അടക്കം നിരവധി കെട്ടിടങ്ങൾ ചുരുക്കപ്പട്ടികയിലുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പുതിയ ഓഫീസിൽ അധികാരമേറ്റ് ജോലി തുടങ്ങാൻ സാധിക്കില്ല. നിലവിൽ താൽക്കാലികമായ ഒരിടത്തായിരിക്കും മുഖ്യമന്ത്രി കഴിയുക. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ കെട്ടിടം നവീകരിച്ച് അതിലേക്ക് മാറും. സംസ്ഥാന ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു സ്യൂട്ട് ഒരുക്കാനാണ് ശ്രമിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിമാരായ ഹേമാനന്ദ ബിസ്വാൾ, ജാനകി ബല്ലഭ് പട്നായിക് എന്നിവർ കഴിഞ്ഞിരുന്നത് ഭുവനേശ്വർ ക്ലബിന് തൊട്ടടുത്തുള്ള ഒറ്റനില കെട്ടിടത്തിലായിരുന്നു. 1995-ൽ ജെബി പട്നായിക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഓഫീസ് 2 നില കെട്ടിടത്തിലേക്ക് മാറ്റി. ഇപ്പോൾ അതാണ് മുഖ്യമന്ത്രിയുടെ ഗ്രീവൻസ് സെല്ലായി പ്രവർത്തിക്കുന്നത്. പട്നായിക് കുടുംബത്തിന്റെ യഥാർത്ഥ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. അവിടെയാണ് നവീൻ പട്നായിക്കും സഹോദരങ്ങളായ പ്രേമും ഗീതയുമെല്ലാം ജനിച്ചത്. ആനന്ദ് ഭവൻ എന്ന പേരിട്ടിട്ടുള്ള ആ കെട്ടിടം നിലവിലൊരു കെയർടേക്കറാണ് നോക്കി നടത്തുന്നത്. നിലവിൽ ഈ ബംഗ്ലാവ് ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒഡീഷയിൽ 147 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 78 സീറ്റുകൾ നേടിയാണ് ബി.ജെ.പി. ഇത്തവണ അധികാരം പിടിച്ചത്. 51 സീറ്റുകളാണ് ബിജു ജനതാദളിന് ലഭിച്ചത്. കോൺഗ്രസിന് 14 സീറ്റുകളും ലഭിച്ചു. ലോക്സഭയിലേക്ക് 21 സീറ്റുകളിൽ 20-ലും ബി.ജെ.പിയാണ് വിജയിച്ചത്. 1 സീറ്റ് കോൺഗ്രസിനും ലഭിച്ചു. ഒരൊറ്റ സീറ്റ് പോലും നേടാനാവാതെ കനത്ത തിരിച്ചടിയാണ് ബി.ജെ.ഡി. നേരിട്ടത്.